ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ സ്ക്വിഡിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്ക്വിഡ് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുക്കിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ അതിൽ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഇട്ടത്. എന്നിട്ട് അത് സ്ക്വിഡ് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ആ സ്ക്വിഡ് ഡയറക്റ്റ് അതിലേക്ക് ഇട്ടേക്കണേന്. അപ്പോൾ ഇത് കുറച്ച് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ ആയ സ്ക്വിഡ് ഒരു ട്രിപ്പ് ചെയ്തത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ക്വിഡിൻ്റെ റോസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മളിപ്പോൾ എടുത്ത് മാറ്റി, എന്നിട്ട് ഇനി സെക്കൻഡ് ട്രിപ്പ് നമ്മൾ ഇടാൻ പോകണം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ വേണം. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് ട്രിപ്പ് നമുക്കതിലേക്ക് ഇടാം. ഇതിലിപ്പോൾ ഓൾറെഡി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉള്ള കാരണം അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിതിൽ പച്ചമുളക് ഇടണില്ല. പക്ഷെ വേണമെങ്കിൽ പച്ചമുളകും ഇടാം കേട്ടോ. പച്ചമുളകും നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പച്ചമുളകും ഇട്ടാലും നല്ലതായിരിക്കും. പിന്നെ കൂന്തൽ നമ്മൾ ഈ സ്ക്വിഡ് നമ്മളിങ്ങനെ ഫ്രൈ പോലെ ചെയ്യുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതിടണമെങ്കിൽ അടിയിലധികം ഇങ്ങനെ പിടിക്കാണ്ടേ ഇരിക്കും. അപ്പോൾ ഇതിപ്പം ഞാൻ ഡയറക്റ്റ് തന്നെ ഇട്ടു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ കുറച്ച് അടിയിൽ പിടിക്കുന്നത്. അല്ലെങ്കിൽ വേറെ അടിയിൽ പിടിക്കാണ്ട് തന്നെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ സെക്കൻഡ് ട്രിപ്പും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെക്കൻഡ് ട്രിപ്പ് ഞാൻ എടുക്കുന്നതാണ്. സെക്കൻഡ് ട്രിപ്പും എടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് റോസ്റ്റിന് വേണ്ട കാര്യങ്ങൾ ഇതിലേക്ക് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വീണ്ടും നമ്മൾ ഒഴിക്കുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ അതിലേക്ക് സവോള ഫസ്റ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ സവോളയാണ് ഫസ്റ്റ് നമ്മൾ ഇടുന്നത്. ഒരു 2 സവോള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. അപ്പോൾ അത് 2 ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും നടുക്കേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് എന്നിട്ട് ഫ്ലെയിം ലോയിലാണ് ഇട്ടേക്കുന്നത്. ഫ്ലെയിം നന്നായിട്ട് ലോ ആയിട്ട് ഇട്ടിട്ട് മുളക് പൊടി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ മുളക് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് നടുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്യണത്. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇത് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി കഴിയുമ്പോഴത്തേക്കാണ് നമ്മളിനി നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഇടുന്നത്. ഇതിപ്പോൾ മിക്സാക്കി അപ്പോൾ സവോള നമ്മളുടെ മുളകിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. എന്നിട്ട് ഇനി ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ആണ് ഇടാനുള്ളത്. പച്ചമുളക് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ആ സ്റ്റെപ്പിൽ തന്നെ സവോള ഇതാക്കുമ്പോൾ തന്നെ നമുക്ക് ആ പച്ചമുളക് ഇടാവുന്നതാണ്. അപ്പോൾ പച്ചമുളക് ഇപ്പോൾ ഞാൻ എരിവുള്ളത് കാരണമാണ് ഇടാത്തത്, അല്ലെങ്കിൽ സാധാരണ ഇടാറുണ്ട്. എന്നിട്ട് തക്കാളി ഇടാം. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വേകും. അത് കഴിഞ്ഞതിന് ശേഷം തക്കാളി നന്നായിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ക്വിഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. നമ്മുടെ സ്ക്വിഡ് റോസ്റ്റ് റെഡിയാവും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ആ തക്കാളിയും സ്ക്വിഡും ഒന്ന് മിക്സ് ആവണം, അത്രേ ഉള്ളൂ. കാരണം ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഫൈനൽ ലുക്ക്. നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്.